ഹലോ ഗൈസ്, ഇത് മിഥുനാണ്, മൈഥിലിയുടെ അച്ഛൻ. ഞാനിപ്പോൾ ഒരു ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നാട്ടിൽ പോകുന്ന സമയമായി. അപ്പോൾ നാട്ടിലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ UK എന്നാണ് ഇപ്പോൾ നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നിൽക്കുന്നത് സൗത്ത് ആംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് ലണ്ടൻ എയർപോർട്ടിലോട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്, ലണ്ടൻ ഹീത്രോയിലോട്ട്. അവിടെ നിന്നാണ് ഞാൻ നാട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള റോഡിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. റോഡും പിന്നെ പോകുന്ന വഴിയെല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. അവളെന്നോട് എപ്പോഴും പറയും അച്ഛൻ വരുമ്പോഴൊക്കെ ഫോട്ടോ എടുത്തോളൂ എന്ന്. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്, ഫോട്ടോയും വീഡിയോ ഒക്കെ. പിന്നെ അങ്ങനെ ഇടാനും സമയം കിട്ടാറില്ല. അപ്പോൾ ഇപ്പോൾ അവളെന്നോട് പറഞ്ഞിട്ട് ഞാനത് അങ്ങോട്ട് എടുത്തതാണ്. വഴിയെല്ലാം നല്ലതാണ്. കുറച്ച് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് റോഡൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരനും പിന്നെ കുറച്ച് പേരുണ്ട് ആ ബസ്സിൽ. ഒരു വലിയ ബസ്സാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോഡെല്ലാം ഹൈവേയിലോട്ട് കിടക്കുന്ന വഴി കുറച്ച് ട്രാഫിക് ബ്ലോക്ക് എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഹൈവേയിലോട്ട് കടക്കാൻ പോവാണ്. റോഡുകളെല്ലാം മനോഹരമായി തന്നെ ഇവ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ, അതൊക്കെ നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രാഫിക്കൊക്കെ ഉണ്ട് ഇത്തിരീശ, അത് വലിയ കുഴപ്പമൊന്നുമില്ല, ഇല്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഹൈവേയിലോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ ഡ്രൈവർ നമ്മുടെ നാട്ടിലെ പോലെ ചെറുപ്പക്കാരൊന്നുമല്ല, കുറച്ച് പ്രായമായ ആളാണ്. പക്ഷേ ആളൊരു 140-ലെത്തിയാണെന്ന് തോന്നുന്നു. ഞാൻ അതിലോട്ട് നോക്കിയപ്പോൾ കണ്ടത് 140 കിലോമീറ്റർ സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് എത്താനുള്ള വഴിയിലോട്ട് കണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആയിട്ട് ലണ്ടനിലുള്ള ബോർഡുകളും ലണ്ടൻ ഹീത്രോയുടെ ബോർഡുകളൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. പോകുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഡിഫൻഡർ ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ്. നാട്ടിലൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ എല്ലാ വാഹനങ്ങളും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പിലിരുന്ന് ഒരു ഡിഫൻഡർ പോകുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ളവൻ കിടന്ന് ഉറക്കം തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്തിരുന്നത്. ഡെയിലി ഞങ്ങൾ ഇപ്പോൾ നാട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നല്ല സ്പീഡിലായതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. വണ്ടി സ്പീഡിലായതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ റോഡെല്ലാം നല്ലതാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം വെള്ള കളറിലും ബാക്ക് ഭാഗം മഞ്ഞ കളറിലുമാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് വൈറ്റും ബാക്ക് യെല്ലോ ആയിട്ടാണ് ബോർഡെല്ലാം, നമ്മുടെ നമ്പർ പ്ലേറ്റ് എല്ലാം. ഇപ്പം ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഹൈവേയിൽ ആ എൻട്രൻസിലോട്ട് കടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തെ യാത്ര മാത്രമേ ഉള്ളൂ എയർപോർട്ടിലോട്ട് എത്താനായിട്ട്. അതിൻ്റെ എൻട്രൻസിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എവിടെ ഏത് ടെർമിനലാണെന്ന് അറിയില്ല, പക്ഷേ ഡ്രൈവറുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ട് ഇപ്പോൾ എയർപോർട്ട് കാണാൻ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഒരു ഫ്ലൈറ്റൊക്കെ പൊന്തിപ്പോണ്ട് ബ്രിട്ടീഷ് എയർവേസിൻ്റെ. എൻ്റെ ഫ്ലൈറ്റ് എത്തിഹാദാണ്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് എത്തിഹാദിൽ യാത്ര ചെയ്യുന്നത്. എപ്പോഴും ഞാൻ എമിറേറ്റ്സിലും ഖത്തർ എയർവേസിലുമാണ് എപ്പോഴും യാത്ര ചെയ്തിരുന്നത്. എയർപോർട്ടിൻ്റെ അകത്ത് എത്തി. ഇനിയിപ്പോൾ കുറച്ച് ഒരു 3 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് അങ്ങനെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് ഫ്ലൈറ്റിലോട്ട് പോകണം. ഇപ്പോൾ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് തന്നെ എയർപോർട്ടിൻ്റെ ഇത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. എത്തിഹാദ് ഫ്ലൈറ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നാട്ടിൽ ചെന്നിട്ട് കാണാം എല്ലാവരും. ബൈ.